ശ്രീ അബ്ദുൽ ഖാദർ താങ്കൾ പറയൂ. അതുപോലെ തന്നെ വരാം, ജയസൂര്യൻ വരാം. അബ്ദുൽ ഖാദർ പറയട്ടെ. യെസ്, അല്ല അങ്ങിപ്പോ നടത്തുന്ന അവകാശവാദം അങ്ങയുടെ പാർട്ടിക്ക് MP-മാരും MLA-മാരും ഉണ്ട്. സാർ, ഞാൻ അംഗീകരിക്കുന്നു, വസ്തുതയാണ്. നിങ്ങൾ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, നിങ്ങൾ രാജ്യസഭയിലെ വലിയ പാർട്ടിയാണ്, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. സാർ, അംഗങ്ങൾ അധികമുള്ളത് കൊണ്ടുള്ള അഹങ്കാരം അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് ഈ നാട്ടിൽ നടത്തിയിരുന്നു. ഇന്ത്യയാണ് ഇന്ദിര. ഇന്ന് മറ്റൊരു തരത്തിൽ മോഡിയാണ് ഇന്ത്യയാണ് മോഡി എന്ന തരത്തിൽ ഞങ്ങളുടെ കൂടെ MP-മാരും MLA-മാരും ഉണ്ട് എന്ന ധാർഷ്ട്യമുണ്ടല്ലോ. അത് ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്, ജനശക്തിയെ വെല്ലുവിളിക്കലാണ്. എക്കാലത്തും ഇത് നിലനിൽക്കും എന്നൊന്നും നിങ്ങൾ ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് പട്ടികജാതി MLA, പട്ടികജാതി MP, പട്ടികവർഗ MP, ആദിവാസി MP ഇതാണോ പറയേണ്ടത്? അതുകൊണ്ട് BJP ഇതാണോ അങ്ങ് പറയേണ്ടത്? ഞാൻ ചോദിച്ച ഞാൻ അങ്ങയുടെ പാർട്ടിയിൽ MP-മാരുണ്ട് MLA-മാരുണ്ട് എന്ന കാര്യത്തിൽ ഒന്നും നിഷേധിക്കാൻ വസ്തുതാപരമായിട്ട് കഴിയില്ല. ഉണ്ട്, ശരിയാണ്. പക്ഷേ അവരെല്ലാം ഉള്ളപ്പോഴും നിങ്ങളുടെ ഗവൺമെൻറ് നടത്തുന്ന നയങ്ങൾ ഓരോ കാര്യങ്ങളും പരിശോധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെ അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? മത്സ്യമേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റും. അക്കാര്യത്തിൽ താങ്കൾ നിഷേധിക്കാൻ വേണ്ടി നിഷേധിക്കുന്നതല്ലാതെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പോലും കൃത്യമായി മറുപടി കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നു. ഒപ്പം തൃശ്ശൂരിലെ MP-യുടെ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ കൈ ഉയർത്തിയില്ലേ, അദ്ദേഹം മണിപ്പൂരിൽ പോയി കാര്യങ്ങൾ ചെയ്തില്ലേ, ഇതൊക്കെയാണ് താങ്കൾ നേരത്തെ ചോദിച്ചത്. അല്ലാതെ തൃശ്ശൂരിൽ എന്ത് ഇടപെട്ടു, ഇവിടുത്തെ മാധ്യമങ്ങളിൽ എന്ത് മറുപടിയാണ് അദ്ദേഹം നൽകിയത്, ഇവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം എന്താണ് പ്രതികരിച്ചത്, ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം താങ്കൾക്ക് തരാനായില്ല.